ഗലീലയിൽ വെച്ച് കേട്ട കാലൊച്ച. തിബര്യാസിൽ വെച്ച് കേട്ട അതേ കാലൊച്ച. ഞാൻ നോക്കുമ്പം ഈ ക്ലൗഡിൻ്റെ അകത്ത് നഗ്നമായ, ഞാൻ അന്ന് കണ്ടത് സാൻഡിൽസ് ഇട്ടാണ്. പക്ഷേ ഇത് സാൻഡിൽസ് ഇല്ലാത്ത ആണിപ്പാടുള്ള 2 കാല് നടന്ന സ്റ്റേജിലോട്ട് വരും. അപ്പം ചുറ്റും വേറെ മതിലെ മറ്റേ ഇരിക്കുക ജപ്തി മാത്രമല്ല, തെറി. ഞാൻ ഇതുവരെ കേട്ടില്ലാത്ത വല്യപ്പനെ മുതൽ അപ്പനെ മുതൽ തെറി. പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് മുതൽ ദിസ് സ്റ്റോപ്ഡ് ആൻഡ് ദിസ് സ്റ്റാർട്ടഡ്. എൻ്റെ മനസ്സിനകത്തെ എൻ്റെ ചിന്താഗതിയെ ഞാൻ പറയുന്നത്, അത് കേൾക്കുന്നവർക്ക് കളിയാക്കാം. ഞാനില്ലെങ്കിൽ യേശുവിന് വേറെ ആരും ഇല്ലെന്നുള്ള തോന്നൽ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു വച്ചിരിക്കും. മനസ്സിലായോ? എന്നോട് തന്നെ ഞാൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്, ഞാനില്ലെങ്കിൽ യേശുവിന് വേറെ ആരും ഇല്ല. അപ്പോൾ എവിടെ പോകാൻ പറഞ്ഞാലും, ഇർറെസ്പെക്റ്റീവ് ഫോർ വൺ മാൻ ഓർ എ ക്രൗഡ് ഓർ എ പേഴ്സൺ, ഐ വിൽ ഗോ. എന്നെ വിളിച്ചിട്ടുണ്ടോ ഞാൻ പോയിരിക്കും. ഞാൻ ക്രൈറ്റീരിയ കണ്ടീഷൻസ് ഒന്നും പറയത്തില്ല. ഇതേ കാര്യമാണ് 23 ഡിസംബറിൽ കാനഡയിൽ വെച്ച് നമ്മുടെ യൂത്ത് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. വെരി തിക്ക് ക്ലൗഡ്. ഈ ക്ലൗഡ് റോളിങ്, ഈ ഗ്ലോറി റോൾ ചെയ്യുന്ന വരുന്നത്, ഇറ്റ് ഈസ് മൈ സെക്കൻഡ് ടൈം ഐ എം സീയിങ്. ഫസ്റ്റ് ഐ സോ ഇറ്റ് ഇൻ പൂന. Pune pastors meeting. When I saw this glory cloud roll and a spotless, blotless, not a bright throne coming in between, and the whole pastors were on the floor, I too was on the floor. കാനഡയിൽ ഐ സോ ദ ക്ലൗഡ്. അപ്പോൾ എനിക്കറിയാം സംതിങ് ഹാസ് ബിഗിൻ. ഹോൾ രാവിലെ തുടങ്ങിയ മീറ്റിംഗാണ്. സ്ക്രീനിൽ എനി വൺ വാണ്ട്സ് ടു ഗോ ആൻഡ് ഹാവ് ലഞ്ച് കാണിച്ചുകൊണ്ടിരിക്കുക. മണി 4 മണിയായി. അറസ്റ്റിംഗ് പ്രസൻസ്. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ അമേരിക്കയിലെ ബിനോയ് ചാണ്ടുപിള്ള, മനൂർ, എല്ലാവരും കരയുമ്പം ഗലീലയിൽ വെച്ച് കേട്ട കാലൊച്ച. തിബര്യാസിൽ വെച്ച് കേട്ട അതേ കാലൊച്ച. ഞാൻ നോക്കുമ്പം ഈ ക്ലൗഡിൻ്റെ അകത്ത് നഗ്നമായ, ഞാൻ അന്ന് കണ്ടത് സാൻഡിൽസ് ഇട്ടാണ്. പക്ഷേ ഇത് സാൻഡിൽസ് ഇല്ലാത്ത ആണിപ്പാടുള്ള 2 കാല് നടന്ന സ്റ്റേജിലോട്ട് വരും. ഞാൻ കമന്ന് വീണു. ഇത് അന്നത്തെ ആ അനുഭവം. കാലിലെ ബലം പോയി, വോബിൾ ചെയ്തു, താഴെ പോയി. ആൻഡ് ഓഡിയബിൾ വോയിസ് നൗ, ഇഫ് നോട്ട് നൗ ദെൻ വെൻ? വെൻ വിൽ മൈ ബ്രൈഡ് റിയലൈസ് ദ ട്രൂത്ത്? വെൻ വിൽ എന്ന് പറഞ്ഞു. ഇഫ് നോട്ട് നൗ ദെൻ വെൻ? അകത്തുനിന്ന്, എൻ്റെ അകത്തുനിന്ന് വരിക. ഇഫ് നോട്ട് മീ ദെൻ ഹൂ? സോ ഞാനല്ലെങ്കിൽ വേറെ ആര്? ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ? അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വെച്ചിരിക്കുക. അത് ചിലർക്ക് കളിയാക്കാം ആ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാനില്ലെങ്കിൽ വേറെ ആര്? അത് ഇന്നും പറയുന്നു. ഞാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഈ ലോകത്തിലെ അല്ല. അത് ഞാൻ ഇപ്പോഴും കൺഫ്യൂസ് ചെയ്യും. അന്ന് തുടങ്ങിയ കാണും, ഞാൻ ഈ ലോകത്തിലെ അല്ല. അത് യോഹന്നാൻ 17 യേശു പറഞ്ഞതാണ്, ഇവർ ഈ ലോകത്തിലെ അല്ല, ഞാൻ ഈ ലോകത്തിലെ അല്ലാത്തതുപോലെ ഇവരും ഈ ലോകത്തിലെ അല്ല. എന്നാൽ ഈ ലോകത്തിൽ നീ അവരെ സൂക്ഷിക്കണം എന്ന് യേശു പിതാവിനോട് പറഞ്ഞ പ്രാർത്ഥന. ഞാൻ ഈ ലോകത്തിലെ അല്ല, എന്നെ ഒരു ദൗത്യത്തിന് അയച്ചിരിക്കും. ഞാൻ ഈ ലോകത്തിലെ അല്ല. എന്നെ അയച്ചു, പിതാവിൻ്റെ അടുക്കൽ ഞാൻ പോകും. ഞാൻ ഈ ലോകത്തിലെ അല്ല. അപ്പം ഈ ചൂടേറിയ
യേശുവിൻ്റെ ഇംപ്രിൻറ്റ് വീഴുന്ന മറ്റൊരാളാണ് പൗലൂസ്. പൗലൂസ് പറയുന്നത് നിർബന്ധം എൻ്റെ മേലിരിക്കരുത്. എനിക്ക് ആ അർത്ഥം മനസ്സിലാവും. അവിടെ ശിഷ്യന്മാർ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഹീ ഹാസ് ടേക്കൺ ദ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് പറയുന്നത് ദ ഗോസ്പൽ ഈസ് എൻട്രസ്റ്റഡ് ടു മീ എന്ന് പറഞ്ഞാൽ ദൈവം ട്രസ്റ്റ് ചെയ്ത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്നെ തന്നെ ആ സത്യത്തിൽ പൊതിഞ്ഞ് നടക്കുക. ഇതൊരു തോന്നലല്ല, ആ സത്യത്തിൽ കേൾക്കുന്നവർക്ക് കളിത്തമാശയായിട്ടോ ഒക്കെ എടുക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു മനോഹരമായ വാക്കുണ്ട്, ഇഫ് ദേ ഡോണ്ട് ബിലീവ് ദാറ്റ് ഡസ് നോട്ട് മേക്ക് ഗോഡ്സ് വേർഡ് എന്ന് പറയുന്ന പോലെ യു നീഡ് നോട്ട് ബിലീവ്, ബട്ട് ദിസ് ഈസ് വാട്ട് കീപ്സ് മീ ഗോയിങ്. നമ്പർ 1. Number 2, and this is what transformed Ronak. Yeshu is the only man in heaven. There is no one. ദൈവത്തിനും മനുഷ്യനും എനിക്ക് മധ്യസ്ഥനായ മനുഷ്യനായ ക്രിസ്തയേശു. മാത്രമല്ല ഉയർത്തെഴുന്നേറ്റപ്പോൾ കണ്ടല്ലോ. യെസ് ഞാൻ ഭൂതമല്ല എന്ന് പറഞ്ഞു. എന്നെ തൊട്ട് നോക്കാൻ പറഞ്ഞ ഭൂതത്തിൻ്റെ പോലെ ഇല്ലല്ലോ എന്ന് പറയുന്നു. യേശുവിന് ഇന്ന് അസ്ഥിയും മാംസവും ഉള്ള മനുഷ്യൻ ഗ്ലോറിഫൈഡ് ബോഡി ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോറിഫൈഡാണ്, നമ്മൾ ഫുള്ളി ഗ്ലോറിഫൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നൗ ഗാർഡൻ ഓഫ് ഏഡനിൽ വാട്ട് ഡിഡ് ആഡം ലാക്ക്? ആഡത്തിന് എന്നാ കുറവുകൾ? ഒന്നുമില്ല, മുഴുവനില്ലേ. വൈകുന്നേരം സാക്ഷാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടെ വന്ന് കൂട്ടായ്മ ആചരിക്കുന്നു, നടക്കുന്നു. ഇനി എന്താ ഇനി ലാക്ക് ചെയ്യുന്നേ? ഒന്നുമില്ല. പക്ഷെ ദൈവം പറയാം, മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലല്ല. അവന് ലാക്കുണ്ട്. അതുകൊണ്ട് അവനൊരു ഹെൽപ്പറിനെ ഉണ്ടാക്കണം. എല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ലാക്കിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഹൗവയെ കണ്ടപ്പോൾ ആദാം ചാടിക്കറന്ന് എൻ്റെ അസ്ഥി അവനൊരു സാറ്റിസ്ഫാക്ഷനായി അല്ലേ. ടുഡേസ് സീൻ, ദിസ് ഈസ് ജെനസിസ് 2:24. നൗ കം ടു Ephesians 5:30. And a man shall leave his father and mother and will be joined to his wife. He left the spiritual body, took on my body to have fellowship with Amen. What does Jesus lack in heaven? Nothing. Only me. Amen. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ എന്ന് പറഞ്ഞാൽ ഹീ സേഡ് എൻ്റേതും കൂടെ അല്ലേ? നീ പറയുന്ന എൻ്റേതും കൂടെ അല്ലേ? ഇപ്പം അനി പറയാം എൻ്റെ ചുരിദാർ, എൻ്റെ അടുത്ത നേരത്തെ ഭക്ഷണം, എൻ്റെ എന്ന് പറയും. ഞാൻ അനിയോട് പറഞ്ഞ അനിയുടെ എൻ്റെ എന്ന് പറയുന്നത് എൻ്റെ കൂടെ അല്ലേ? അതെ. അപ്പം പിതാവാം ദൈവം ഹാസ് മെയ്ഡ് മീ ഹിസ് ഹെൽപ്പർ. എർത്ത് ആൻഡ് ദ ഫുൾനെസ് ആൻഡ് എവറി ഹ്യൂമൻ ബീങ് ഇൻ ദിസ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഞാൻ ഇവിടെ ഇത്തരം മണിക്കൂർ ഇരുന്നു, എപ്പോഴെങ്കിലും കേട്ടോ ആ വീട്ടിലെ ചുക്കിലി തൂത്തോ, ആ പട്ടിക്ക് തീറ്റി കൊടുത്തോ, ചെല്ലോ ഇല്ല. കാര്യം എന്നാ, അനി അവിടെ ഇരിക്കുക. 22 അല്ല, 1 അനിയെ കാണുന്നില്ലല്ലോ, 1. ഹോൾ വീടിൻ്റെ റെസ്പോൺസിബിലിറ്റി, പൈസയുടെ റെസ്പോൺസിബിലിറ്റി, എല്ലാം റബ്ബറിൻ്റെ കണക്ക് എഴുതുക, ഇതിൻ്റെ എല്ലാം അനിയാണ്.
എന്തിനാ? ഞാൻ സുവിശേഷത്തിനകത്ത് ഒരു ബോധർ, ഐ വിൽ ടേക്ക് കെയർ, അല്ലേ? ദാറ്റ് ഷുഡ് ബി ദ ചർച്ച് ഓർ ദ ബ്രൈഡ് ഓർ മീ ടെലിങ് ജീസസ്, യു ബി സീറ്റഡ്, ഐ വിൽ ടേക്ക് കെയർ. ഞാനുണ്ട് ഇവിടെ, ഐ എം യുവർ ഹെൽപ്പർ. എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു, ആണ്ട് അവിടെ വൃത്തിയുടെ വെക്കണം, അത് വേണ്ടത് ആ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചു, അനിയെ തുടക്കും, ഞാൻ ഐ വിൽ ക്ലീൻ ഇറ്റ് നമ്പർ. സോ എന്നോട് തന്നെ ഐ എം ലിവിങ് ഇൻ ദിസ് വേൾഡ്. സോ ദാറ്റ് മേക്സ് മീ, ഇപ്പം ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചോണ്ടല്ലേ, എന്തിനാ? വൈ? ബിക്കോസ് ഐ നെവർ വോണ്ട് ടു ഡിപ്പെൻഡ് ഓൺ എനി വൺ എൽസ്. So I train my mind to go alone. ഇപ്പം 10 പേരുമായിട്ട് പോയാൽ അത് ശീലമായി പോവും. ബൈബിൾ വേറെ ഒരാൾ പിടിക്കുകയാണ്, ശീലമായി പോവും. ഇപ്പം ബൈബിൾ ഞാൻ തന്നെ പിടിക്കുമ്പം എനിക്ക് ശീലങ്ങളില്ല, വണ്ടി തന്നെ ഓടിക്കുമ്പം ശീലങ്ങളില്ല. ഐ എം ടെല്ലിങ് മൈ സെൽഫ് ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ. ഐ ഡോണ്ട് വോണ്ട് എനിത്തിങ് എൽസ്. So that becomes the fire in the bone. ഈ അകത്ത് വീഴുന്ന ഇംപ്രിൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് കനോട്ട് ബി ഇമാജിൻഡ് ഹൗ ദാറ്റ് ഇമ്പാക്ട്സ്. അതുകൊണ്ടായിരിക്കും ഈ ആ ഇംപ്രിൻറ്റ് കാരണമായിരിക്കും 2008 ഈ പ്രശ്നങ്ങളും ടർബുലൻസ് എല്ലാം ഉണ്ടായപ്പോഴും. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ദൈവം ഈ ഇൻ്റലക്റ്റിൻ്റെ എൻ്റെ ഒരു സ്വിച്ച് ഓഫ് ചെയ്തത്, ശരിക്കും സ്വിച്ച് ഓഫ് ചെയ്തത്. വേറെ അങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റും, ഐ മീൻ ഈ എന്താവും എന്നുള്ള ഒരു ആഗ്രഹം. അതൊരു ഈ ഇത് കണ്ടിട്ടുണ്ടോ, ഈ പിന്നെ തന്നെ പറയുന്നത് ടോർട്ടോയ്സ് എന്നാ പറയുന്നത്, ആമയെ തൊട്ടോടെ ഷെല്ലിനകത്ത് കയറും. അതുപോലെ ഇത് കാണുമ്പോൾ ഞാൻ യേശുവിൻ്റെ അടുത്തോടം കയറും. പിന്നെ പുറത്ത് ചുറ്റി വെച്ച് തട്ടുവോ എന്ന് വേണം കാണിച്ചു. ഐ പുൾ മൈ സെൽഫ് ഇൻ ടു ഹിം ആൻഡ് അബൈഡ് ഇൻ ദ സീക്രട്ട് പ്ലേസ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാര്യം 2008 വരുമ്പം ഒരാൾ വേറെ ഈ ഹോൾ ചർച്ച് ഇങ്ങനെ നിൽക്കുമ്പം വേറെ എല്ലാത്തിനും ആൻസർ. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വേറെ എങ്ങനെ നിൽക്കും, എങ്ങനെ ഇതിന് ആൻസർ പറയും. ഞാൻ നിൽക്കുകയല്ല, ഞാൻ ആമയുടെ പോലെ തോടിനകത്തോട്ടം കയറും, അത്തൂരിൽ നിന്ന് മറവൻ്റെ തോടിൻ്റെ അകത്ത്. വേറെ ആ റിലേഷൻഷിപ്പ് യേശുവായിട്ടുള്ള ഈ ബ്രദറിൻ്റെ ഒരു ഡീപ്പർ ഇൻറ്റിമസിയും അതിപ്പോൾ ചർച്ച് മുഴുവനും ആയിട്ടുണ്ട്. ഐ മീൻ ടൈം അലോൺ ഗോഡ് എന്ന് വേറെ തന്നെ എല്ലാവരെയും പറഞ്ഞൊക്കെ തന്ന് എല്ലാവരും ചെയ്യുന്ന കാണാം, കർത്താവായിട്ടിരിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര കാര്യമാണ്, പേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പം വേറെ പണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഓർത്തിരിപ്പുണ്ട്. പറഞ്ഞത് 2007 ഒരു ദിവസം സംസാരിച്ചും വേറെ പറഞ്ഞാണ്, എനിക്ക് കർത്താവിൻ്റെ പ്യുവർ ലവ് വേണം, അതെനിക്കില്ലാതെ പറ്റത്തില്ല. വേറെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അടുത്താണ് ഏറ്റവും ബ്യൂട്ടിഫുൾ, അതില്ലാതെ പറ്റത്തില്ലെന്ന് യേശുവിനെ അറിയും. ഈ സിംപ്ലിസിറ്റി പൗലോസ് പറയുന്നുണ്ട്, സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ പാപത്തിൽ വീഴ്ത്തുന്നല്ല എഴുതിയത്, നിങ്ങളുടെ മനസ്സിനെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നിന്നും വഷളാക്കി കളയുക. പാപം നല്ല പറയുന്നത് നിർമ്മല, സിംപ്ലിസിറ്റി വിത്ത് ക്രൈസ്റ്റ്, അതിൽ നിന്നല്ലേ. ലവ് ഈസ് വെരി സിമ്പിൾ ആൻഡ് വെരി പ്യുവർ. അവിടെ ഫാബ്രിക്കേഷൻ ഒന്നുമില്ല അല്ലേ? ഇല്ല. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സ്പ്രസീവ് ആകണമെന്നില്ലല്ലോ, ഇതിൻ്റെ അകത്താണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന് വരുമ്പം അന്യഭാഷയിൽ ആരാധിച്ച് ഐ എം ഇൻ മൈ വേൾഡ് വിത്ത് ജീസസ്. അവിടെ നിന്ന് ഇവിടെ ഒരു വണ്ടി എത്തിയത് പോലും അറിഞ്ഞില്ല. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞോ ഇവിടെ എത്തിയെന്ന്. മെറീൻ സ്കൂളിൽ വന്നപ്പോഴാണ്. ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ഗെറ്റ്. പിന്നെ യു വിൽ ബി ടോട്ടലി റിലാക്സ്ഡ് and at peace when you love him and his love is on you. Father's love. യേശു പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്
ഞാൻ പറയുന്നില്ല. യെസ്. പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് താനിൽ ചെയ്തോൾ. പിതാവാ സ്നേഹിച്ചത്. ഇറ്റ്സ് ഗോഡ് ദ ഫാദർ ഹു ലവ്ഡ് മീ ദാറ്റ് ഹി ഗേവ് ഹിസ് സൺ ടു ഗെറ്റ് മീ ബാക്ക്. അപ്പം പിതാവ് താനും സ്നേഹിക്കും. സോ ഫാദേഴ്സ് ലവ് വിച്ച് ഓവർടേക്സ് every distractions and everything that can stop. Father overtakes, not me. ആ മുടിയനായ പുത്രൻ വരുമ്പം അപ്പൻ കാലും പറിച്ച് ഓടിയില്ലേ? ഓടി. കാര്യം മൂത്തമ്മൻ വരും. അവൻ വന്ന് അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഇറങ്ങുന്ന മുമ്പേ തന്നെ പോയി സ്വീകരിച്ച് കയറ്റിയേക്കാമെങ്കിൽ പിന്നെ പറഞ്ഞത് നിനക്കോ ഉണ്ടായിരുന്നല്ലോ, നിനക്കെടുക്കാൻ മേലായിരുന്നു. ആ സ്നേഹമാണ്, ആ സ്നേഹം. കാര്യം അപ്പനറിയാം ഈ മൂത്തവൻ്റെ സ്വഭാവം. അപ്പനറിയാം മൂത്തവൻ്റെ സ്വഭാവം കണ്ടം ചെയ്യുമെന്ന്. ആ കണ്ടംനേഷൻ്റെ വാക്കും വരുന്നതിന് മുമ്പേ കാലും പറിച്ച് ഓടി കുപ്പായം ഇട്ട് പന്നിയാണ് പന്നി കൂട്ടത്തു നിന്ന് വന്നവനെ കെട്ടിപ്പിടിച്ച് മോതിരയിട്ട് ചെരിപ്പിടിച്ച് ശരിയാ. ഈ പന്നിക്കൂട്ടിൽ നിന്ന് കുളിച്ചിട്ട് ദിവസങ്ങളായി കാണും. കഴുത്തിന് കെട്ടിപ്പിടിച്ച് ചുംബിക്കും. കുളിപ്പിച്ചേച്ച് വരാൻ പറഞ്ഞില്ല. ഇല്ല ഇല്ല ഇല്ല, അവനെങ്ങനെയാണ് അങ്ങനെ തന്നെ. അപ്പം പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം ഓർത്തോണം. ഒരാൾ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്ന മുമ്പേ തന്നെ കവർ ചെയ്യും. പിതാവ് താൻ. ഗോഡ്സ് ലവ് ഇസ് എ റെവലേഷൻ. ആൻഡ് ഇൻ ദാറ്റ് ലവ് വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. Romans 8:37. ആ സ്നേഹത്തിലാണ് വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. നോയിങ് ദാറ്റ് നോ വൺ ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ഹിസ് ലവ്. നോ വൺ ക്യാൻ. അതാ അവിടെ ഇരുന്നു. ഹൂ ക്യാൻ സെപ്പറേറ്റ് അസ്? അത് പിരിയാബന്ധ അല്ലേ? പിരിയാബന്ധ അല്ല, ഇതിപ്പോൾ ഒന്നായില്ലേ? ഇപ്പം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്. പിതാവാം ദൈവം എന്നെ മകൻ്റെ മണവാളി യോജിപ്പിച്ചു. ഇനി മനുഷ്യൻ, അതായത് എൻ്റെ ജഡത്തിൻ്റെ ചിന്ത മാത്രമേ ഈ ബന്ധത്തിന് മുറിവുണ്ടാക്കൂ. അവിടെ നിന്നുള്ള ഇങ്ങോട്ട് ഒരു മാറ്റവും ഇറ്റേണൽ. യേശുവിന് എന്നോടുള്ള സ്നേഹവും ഞാൻ എല്ലാം ഇപ്പോഴും നിൻ്റെ കൂടെ കാണുമെന്നുള്ള വാക്ക്, ഇതിനൊന്നും മാറ്റമില്ല. എൻ്റെ ജഡത്തിൻ്റെ ചിന്തകൾക്ക് മാത്രമേ, ഈ ചിന്തയ്ക്ക് മാത്രമേ ഉള്ളൂ, റിയാലിറ്റി അത് തൊടുന്നേ ഇല്ല. അകത്തില്ല. ഈ സ്പിരിറ്റ് ആൻഡ് സ്പിരിറ്റ് തമ്മിൽ ഒന്നായി. ഹീ ഹൂ ജോയിൻസ് വിത്ത് ക്രൈസ്റ്റ് ഇസ് വൺ സ്പിരിറ്റ് വിത്ത് ഹിം. ഒറ്റ സ്പിരിറ്റാ. അവർ തമ്മിലാ കൊടുക്കൽ വാങ്ങൽ. അവൻ ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് പറഞ്ഞാൽ എന്താ? മൈൻഡിൻ്റെ പോലും മൈൻഡിൽ മാത്രമുള്ള ആ ഫീലിംഗ് വരുന്നില്ല, സെൻസേഷൻ വരുന്നില്ല, ഫീലിംഗ് കർത്താവിൻ്റെ സാന്നിധ്യം തോന്നുന്നില്ല. ബട്ട് ഇറ്റ്സ് ഫോൾസ്. ഹീസ് ദെയർ വിത്ത് യു. കമ്മിറ്റ്മെൻറ്റ്. ഹീസ് ഫെയ്ത്ത്ഫുൾ. ഒരു ഭർത്താവ് ഭാര്യയോട് പറയല്ലേ, വിവാഹത്തിന് പറയല്ലേ, ദുഃഖത്തിനും സുഖത്തിനും. അത് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറക്കാം. ഈ പറഞ്ഞ ആൾ മറക്കത്തില്ല, മനുഷ്യനല്ല. അപ്പം ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ ലൈഫ് ബിക്കംസ്, ഞാൻ കെയർലെസ് എന്ന് പറയത്തില്ല, ലൈഫ് ബിക്കംസ് കെയർ ഫ്രീ എന്നും പറയത്തില്ല. യു ആർ ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് തോട്ട് എന്നേ ഞാൻ പറയത്തു. ഈ ലെവൽ ഓഫ് തോട്ട് പറഞ്ഞപ്പം 30 വർഷം മുമ്പത്തെ സ്നാനപ്പെടാൻ പോയ തങ്കുപേർ അന്ന് കാണുന്ന കർത്താവിനെ കാണുന്നതും ഈ 30 വർഷം കഴിഞ്ഞുള്ളതായിട്ട് എന്താണ് ബ്രദർ പിന്നെയും കണ്ടത്? എന്താ കർത്താവിൻ്റെ ആഴം പിന്നെയും കണ്ടത്? എന്നിൽ കൃപയുടെ അർത്ഥം കുറച്ചുകൂടെ വ്യക്തമായി. ദൈവരാജ്യം എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമായി. എനിക്ക് സ്വർഗത്തിൽ കെട്ടിടമുണ്ടെന്ന് ഉറപ്പായി. ഈ 30 വർഷം കൊണ്ട് നിത്യതയെന്ന് പറയുന്നത് ഒരു കർട്ടൻ അവയാന്നറിയാം. പിന്നെ
ഞാൻ എനിക്ക് തോന്നുന്നു 97 ട്രിവാൻഡ്രത്ത് ആമോസ് സിംഗ് പാസ്റ്ററിൻ്റെ ഒരു മീറ്റിംഗ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്നെ വിളിച്ചു. എനിക്ക് ഹിന്ദി അറിയാവുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പം അന്ന് ഒരു സിംഗിൾ റൂമാണ്. ആമോസ് പാസ്റ്റർ കട്ടിലേ കിടക്കുന്നു, ഞാൻ നിലത്ത് ഷീറ്റിൽ ഞാൻ നിലത്ത് കിടക്കുന്നു. ഞങ്ങൾ ഒരു റൂമാണ് ഞങ്ങൾക്ക് തന്നിരിക്കും, ഒരു ചെറിയൊരു സഭയാണ് അവിടെ വിളിച്ച്. ഞാൻ കിടക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം, എവിടെയോ എന്നെ കൊണ്ടുപോയി. ഈ പഴയ തറവാടുകളൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഏതൊരു ഇൻ ഡീപ്പ് ദ ബ്രൈറ്റ്നെസ്സിനകത്തൊരു ഡാർക്ക്നെസ് ഉണ്ട്, വെളിച്ചത്തിനകത്തൊരു ഡാർക്ക്നെസ്. എന്നുവെച്ചാൽ ഇറ്റ് ഈസ് സോ ബ്രൈറ്റ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡാർക്ക് എന്ന് പറയുന്ന. So I was taken in and I heard a sound, ask of me and I will show you deep things that you don't understand. And ഇത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിരുന്ന് അന്യഭാഷ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. താഴെ അന്യഭാഷ ആരാധിക്കുന്നു. സോ I know this place. Even when I speak, I know this place. I have been there. അപ്പം ഞാൻ 5:30-6 മണിയായപ്പോൾ ഈ ജനൽ വഴി വെളിച്ചം വരുമ്പം ഞാൻ ഇരുന്ന് അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നോക്കും ആമോസ് സിംഗ് കട്ടിൽ എഴുന്നേറ്റിരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എവിടെ പോയിരിക്കുകയായിരുന്നു? എവിടെ പോയിരിക്കുകയായിരുന്നു? റൂം ലോക്കല്ലേ? വേറെ റൂം ലോക്കാ? ഞാൻ പറഞ്ഞു, അല്ല, ഞാനൊരു ദർശനം കണ്ടു, മേഘത്തിലൂടെ നിന്നെ എങ്ങാണ്ട് കൊണ്ടുപോയി. ഞാൻ ആ സമയം വന്ന് കട്ടിലിരിക്കുക. ഞാനിത് അങ്ങേരെ ഇരിക്കുന്ന കാര്യം അറിഞ്ഞില്ല. ഹി വാസ് വാച്ചിങ് മീ. സോ അന്ന് ഐ ഡിഡ് നോട്ട് റെക്കഗ്നൈസ്. ബട്ട് ടുഡേ ആഫ്റ്റർ ഐ സ്പീക്ക്, ഇപ്പോൾ ഇന്നർ ചേംബർ എന്ന് പറയുന്നത് ഐ ഹാവ് നോ നോട്ട്സ്, ഐ ഹാവ് നോ പ്രിപ്പറേഷൻസ്, ഐ ജസ്റ്റ് സിറ്റ്. ഇന്ന് ഇപ്പം നമ്മളിരിക്കുന്ന പോലെ ആ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഐ കം ഔട്ട് ആൻഡ് സേ, ഓ, ഈ വചനത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ. സോ മൈ എക്സ്പ്ലനേഷൻസ്, മെനി ഓഫ് തിങ്സ്. ഇപ്പം കഴിഞ്ഞ സൺഡേ ഞാൻ പറഞ്ഞില്ലേ, 6000 വർഷം മുമ്പേ അതാണോ? എന്നാണ് 2000 വർഷം പാപം ഇപ്പോഴും പാപം വീട്ടിലെത്തി. 2000 വർഷം മുമ്പേ ഓട്ടം തുടങ്ങിയ നീതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ആളും ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട ആൾ സെയിം ടൈമിലാണ്. പക്ഷേ ഇപ്പോഴും തിരുവനന്തപുരത്ത് വന്ന ആൾ വീട്ടിൽ വന്ന പോലെ നമ്മൾ ജീവിക്കുന്നത്. ചങ്ങനാശ്ശേരിക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായി? അപ്പോൾ ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ കിട്ടുന്ന എക്സാമ്പിൾസ് കുറച്ചുകൂടെ സിമ്പിൾ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ദാറ്റ് വാസ് എ വണ്ടർഫുൾ എക്സാമ്പിൾ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമുക്കൊരു കാര്യം ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ കാര്യം അറിയാം എന്നീ പറഞ്ഞു. കഴിഞ്ഞ വിവാഹത്തിൽ ഐ വാസ് ഹാൻഡ്ലിങ് ഈ ഇഷ്യൂ, ഹോസ്പിറ്റലിൻ്റെ ഇഷ്യൂ. അതിൻ്റെ ഇടയ്ക്ക് അന്നത്തെ മെസ്സേജ് എനിക്കറിയാം, ഞാനല്ല പറഞ്ഞു. എൻ്റെ തലേദിവസം നടന്ന വിവാഹത്തിൻ്റെ മെസ്സേജ് ഞാനല്ല പറഞ്ഞു. സോ 30 ഇയേഴ്സിൽ ചൈൽഡിഷ്നെസ് പോയി മച്യൂറായി, കുറച്ചുകൂടെ ഒത്തിരി ചൈൽഡിഷ് സ്വഭാവങ്ങളും. അതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, when I was a child I thought like a child, I spoke like a child, but when I became, അപ്പം കുറച്ചുകൂടെ മെച്യൂറായി. കുറച്ചുകൂടെ ഒത്തിരി ഇനി മെച്യൂറാകാനുണ്ട്. പക്ഷെ കുറച്ചുകൂടെ റിയാലിറ്റിയിൽ ഇപ്പം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പേടി, ആ പരിപാടിയൊന്നുമില്ല.
more calmness has come. More calmness has come. So you can say more mature in Christ. ഈ 30 ഇയേഴ്സിൽ വേറെ ശരിക്കും അത്ഭുതം വരും. നമ്മൾ അമ്പരന്ന് പോകുന്ന പോലത്തെ കാര്യങ്ങളാണ് കർത്താവ് നമ്മളുടെ ചെയ്യിച്ചത്. ഇപ്പം ജൂണി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അറിയാമോ ചാച്ചേ, ഈ വത്സമ്മ ഇല്ലിവളിലുള്ള വത്സമ്മേനയുടെ സൗഖ്യം, മരണം കാത്ത് പന്തലിട്ട് മെലിഞ്ഞ് കാലയിലൊക്കെ കറുപ്പ് കയറിയ അത് മരിച്ചു. എല്ലാവരും മരിച്ചെന്ന് ഇപ്പം മരിക്കും, ഇപ്പം അടക്കാം എന്നുള്ള ലൈനിൽ നിൽക്കുന്ന അവിടെ വന്ന് വേറെ യേശുവിനകത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദേശം കിളുങ്ങിപ്പോയി, അതെ, അമ്പരന്ന് പോയി. ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു, ഒരു ജീപ്പയിലാണ് പോയത്. യെസ്, ജീപ്പയിൽ രാജ്മ സഹോദരി പറഞ്ഞ് അവിടെ പോവുകയും ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് ആയിരുന്നു. ഇൻസ്റ്റൻറ്റ് ഹീൽ. അത് നമ്മൾ ബിഗിനിങ് സ്റ്റേജസാണ്. ബിഗിനിങ് സ്റ്റേജ്. ഇറ്റ് ഈസ് ആ സമയത്ത് നമ്മൾ പെൻഷൻ ഭവനിലും ആയിട്ടില്ല. പെൻഷൻ ഭവനിൽ തുടങ്ങാൻ വരുന്നേ ഉള്ളൂ. ആ സമയത്ത് സൗഖ്യം നടക്കും. 97. വേറെ അൺബിലീവബിൾസ് ഒക്കെ അത് ഒരു ആയിരക്കണക്കിന് ഉണ്ട്. വളരെ ആരോഗ്യത്തോടെ. അതെന്തൊരു സൗഖ്യമായിരുന്നു വേറെ. 28 years ബിഫോർ ഒരു സൗഖ്യം നടന്നത്. ഒരു അന്ന് 16 വയസ്സുള്ള വെച്ച് ഫുൾ ക്യാൻസറായി സൗഖ്യമായി. അപ്പം സുനിൽ ബ്രദറിയുടെ കാറിൽ പോയപ്പോൾ റോഡിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഷൈനി സൗകര്യം ഇപ്പോൾ അവിടെ വണ്ടി നിർത്തി സുവിശേഷം പറയാൻ തുടങ്ങിയപ്പം ഞാൻ അവിടെ വന്ന് സൗഖ്യം പ്രാപിച്ച, എനിക്ക് അന്ന് 16 വയസ്സായിരുന്നു. 28 ആ ക്യാൻസറിൻ്റെ സാക്ഷ്യം സുനിൽ ബ്രദർ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചത്. 16 വയസ്സുള്ളപ്പം സൗഖ്യം അതല്ലേ? ഇന്ന് 28 വയസ്സായി. വേറെ ഞാൻ പറയാം, ആയിരക്കണക്കിന് 16 സൗഖ്യം, 16 ആത്മഹത്യ ചെയ്യേണ്ട കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട കുടുംബങ്ങൾ, ക്രിമിനൽസ്, ഡൈവോഴ്സ് ആയവർ തിരിച്ചു വന്നത്, ക്രിയേറ്റീവ് മിറക്കിൾസ്, ചെറിയ മിറക്കിൾസ് അല്ല, ക്രിയേറ്റീവ് മിറക്കിൾസ്, നിഷേധിക്കാനാവാത്ത തെളിവുകൾ, മെഡിക്കൽ ഡോക്യുമെൻറ്റഡ് തെളിവുകൾ അല്ലേ? കോശിയുടെ ഏജൻസി, അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി പോകാൻ കാര്യം ആ ക്രിയേറ്റീവ് മിറക്കിൾ പത്രത്തിൽ ലാസ്റ്റ് മൊമെൻറ്റ് കൊണ്ടിടുന്നു. ആ കണ്ണ് 2 അന്ധനായ കണ്ണ് വൈറ്റ് ആയത് സച്ചിൻ്റെ. സോ സച്ചിൻ മാത്രമല്ല, എത്രയോ സൗഖ്യങ്ങൾ. വത്സമ്മ സൗകര്യമൊക്കെ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് വേറെ എന്തൊരു അത്ഭുതമായി സംഭവിച്ച്. നമ്മൾ എന്താ കണ്ടത്? ഇനി ഇവിടെ മാത്രമല്ല, ഞാൻ വേറിൻ്റെ കൂടെ തായ്ലൻഡ് വന്നപ്പോഴാണ് അന്ന് എയ്ഡ്സ് ബാധിച്ച് മെല്ലിച്ച് ശരീരം മുഴുവൻ ഏതാണ്ട് ഞങ്ങൾ ദൂരെ മാറി നിന്നെടുത്തൊരു മനുഷ്യൻ പൂർണ്ണ സൗഖ്യമാണ്. ഇന്ന് അദ്ദേഹത്തിന് സഭ ഉണ്ടല്ലേ? അങ്ങേരുടെ വീട്ടിലെ ആൾക്കാർ ഭക്ഷണം എറിഞ്ഞു കൊടുത്തിട്ട് പോവായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതിലെ ഒരു ഈ നമ്മുടെ ഏസ് പോലത്തെ വണ്ടിയിൽ കടത്തിക്കൊണ്ടാവുന്നത് അതിലുണ്ട്. എന്നിട്ട് ബെഡ്ഷീറ്റോടെ എടുത്ത ഈ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന കരയാളെ തൊടാൻ പേടിയാണ്. എന്നിട്ട് അയാൾ എഴുന്നേറ്റ് നടന്നു വരുക. ബുറിറാമിൽ നടക്കുന്ന സൗഖ്യം വേറെ ഇന്നും അദ്ദേഹം ജീവിക്കുക. വേറെ ഞാൻ ഓർക്കുമായിരുന്നു, ഈ 10,000 സൗഖ്യം. ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട് യേശുവിനെ അറിയാൻ വേറെ യേശുവിനെ പറഞ്ഞ് ഈ ചലനം മൂവ് ചെയ്തോണ്ടുള്ള യേശു ഞങ്ങളൊക്കെ തൊട്ട് അങ്ങനെ എത്രയോ പേര്. ഈ സൗഖ്യമായവർ മാത്രം ഒരു സ്റ്റേഡിയം നിറയും. ഓഫ് കോഴ്സ് ഡൈവോഴ്സായി ഒന്നും ആയിരിക്കത്തില്ല, അത് വേറൊരു സ്റ്റേഡിയം നിറയും. ഡൈവോഴ്സായി യോജിച്ചവർ ഒരു സ്റ്റേഡിയം കാണും. ഈ ക്രിമിനൽ സൗഖ്യമായവർ അത് തന്നെ ഒരു സ്റ്റേഡിയം കാണും. We have touched thousands of lives, tens of thousands of lives. വേറെ ഞാൻ വീണ്ടും ആ കഞ്ഞിക്കുഴിയിൽ കൂടെ ക്രോസ് ചെയ്യുന്ന അവിടെ പോവാം. അവിടെ ക്രോസ് ചെയ്യുന്നു, എറിഞ്ഞാലും സ്നാനപ്പെട്ട് തിരിച്ചു പോകുന്നു. ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു, ഈ ആറ്റിൽ നിൽക്കുമ്പോൾ ഈ ചെറിയ മീനുകൾ എൻ്റെ കാലം ഇങ്ങനെ തിരിച്ചു പോകുമ്പം ഈ ലോകത്തിലല്ല, ഇതൊന്നുമല്ല, ഈ ലോകമാണോ ഞാൻ ജീവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തിരിച്ചു പോകുന്നു. വേറെ അത് കർത്താവ് സ്വർഗം വലിയൊരു ചലനം സ്റ്റാർട്ട് ചെയ്തു. യെസ്, ഇറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ. ആൻഡ് ദിസ് പ്ലാൻ, അതുകൊണ്ടാണ് നമ്മൾ ഈ പേടിക്കരുത്, ഇൻറ്റിമിഡേഷൻ എന്ന് പറയും. എൻ്റെ സ്ഥാനം വേറെ വല്ലവരും എടുക്കുമോ? ഏറ്റവും വലിയൊരു ഈ പാസ്റ്റർമാർ തമ്മിൽ വഴക്കുണ്ടാകുന്നതും
സഭയ്ക്കകത്ത് തമ്മിൽ ശുശ്രൂഷകർ തമ്മിൽ മത്സരം ഉണ്ടാകുന്നത്. ഇതിൻ്റെ കാരണം അവർക്ക് മനസ്സിലാകാതിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ, കുഞ്ഞ് ജനിച്ചിട്ട് ശരിയോ തെറ്റോ ചെയ്യുന്നതിന് മുമ്പേ ഇളയവൻ മൂത്തവനെ സേവിക്കുമെന്ന് റോമർ 9:10 എഴുതിയിരിക്കുന്ന മുൻ നിർണയം എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടത്. എൻ്റെ ട്രാക്ക് എന്താണെന്ന്, ഇതാണ് എന്നിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ആർക്കും ഈ ട്രാക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായാൽ കോമ്പറ്റീഷൻ പോയി. യു വിൽ റെസ്പെക്റ്റ് ഈച്ച് അതർ. വേറെ ഉദ്ദേശം സ്വന്തം വിളി തിരിച്ചറിയാന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, വിളിയും തെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കാൻ അധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇടറത്തില്ലെന്ന്. that you may not stumble. 1 Peter 1:9 and 10. Make sure your calling, and that calling is before the foundation of the earth. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അനുഭവം. I know many things which I cannot preach. I know many things which I cannot preach. And I cannot preach, but it is in the word. ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ജൂപ്പിറ്റർ, മാർസ് എല്ലായിടത്തും പോയല്ലോ. വൈ കനോട്ട് മാൻ ഗോ ടു ദ ഡെപ്ത്സ് ഓഫ് ദ സീ? ഓഷൻ്റെ അടിത്തട്ട് ഇതുവരെ മനുഷ്യൻ ചെന്നിട്ടില്ല. വൈ? That is in the word. And let it become a secret, which is not supposed to be preached today. ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ്, റോബോട്ടിക്സ് അഡ്വാൻസ്ഡ്, AI അഡ്വാൻസ്ഡ്, why cannot they go to the depth of the sea, which is closer than going to Jupiter? Much closer. Why? അറിയത്തില്ല. സോ ഈ ചെറിയ അറിയാത്ത ബുദ്ധി വെച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വ്യാഖ്യാനിക്കുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, വലിയ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. But this is all revealed to us. Amen. When you walk with Christ, you will be shown things which you will not be able to, you are not supposed to speak. And He will make you walk through the green pastures. Amen. Amen. And that green pastures is beyond our imagination. It is not just peace, it is something higher. He will make you lie down in the green pasture. Amen. He will lead you to still waters. Amen. എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ കർത്താവ് അനുവദിച്ചാൽ ആ കാലഘട്ടത്തിൽ പ്രസംഗിക്കാൻ പറ്റുമായിരിക്കും. 25 വർഷം മുമ്പേ സൺഷിപ്പായിരുന്നു എൻ്റെ ടോപ്പിക്. ആൻഡ് സൺ സ്ലേവ് അല്ല, സൺ ആണെന്നുള്ളതായിരുന്നു ടോപ്പിക്. And then you will see a progression in it. Today, then became Christ in you. Then you will see a progression. Today's message, reflecting God's glory. Amen. Pella message is connected with reflecting God's glory. There is another realm which God will take you step by step. കാരണം if he shows you himself, you will explode. You will die. അതുകൊണ്ടായിരിക്കും സെർച്ചിങ് ഡീപ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർച്ച് ശരിക്കും അവസാനിക്കും. സെർച്ച് എന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. തീർന്നു. സീക്ക് എന്ന് പറയുന്നത് തീരത്തില്ല. അപ്പം വേറെ നമ്മൾ സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്. സീക്ക് നെവർ എൻഡ്സ്. അപ്പം നിത്യത്തെ ചെന്നാലും സീക്ക് തീരത്തില്ല. നമ്മൾ സ്വർഗത്തിൽ ചെല്ലത്തില്ലേ? തീർത്തില്ല. ഈ എന്തൂസിയാസത്തിനേക്കാളും കൂടുതലായിരിക്കും. Attributes of God we cannot understand. Amen.
അന്നും കാണത്തില്ല. ആമേൻ. എല്ലാം മിസ്റ്ററി ആയിരിക്കും. അപ്പോൾ യേശുവിനെ അറിഞ്ഞു നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? ആർക്കും അൺസേർച്ചബിൾ റിച്ചസ് യേശു എന്ന് പറയുന്നത് തന്നെ ഒരു മിസ്റ്ററിയാണ്. മിസ്റ്ററിയാണ്. ആ നാമം എന്ന് പറയുന്ന മിസ്റ്ററിയാണ്. ക്രൈസ്റ്റ് ഹയർ ലെവൽ ഓഫ് ക്രൈസ്റ്റിനകത്ത് പിതാവ് വസിക്കുക. ഗോഡ് പേഴ്സണലി ലിവിങ് ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ലിവിങ് ഇൻ അസ്. ആൻഡ് അതുകൊണ്ടാണ് പറയുന്നത് ദറ്റ് ക്രൈസ്റ്റ് മേ ലിവ് ബൈ ഫെയ്ത്ത് ഇൻ മൈ ഹാർട്ട്. ഇതെനിക്ക് മൈൻഡിൽ കോംപ്രമൈസ് ചെയ്യാൻ മേല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ദറ്റ് ക്രൈസ്റ്റ് മേ ലിവ് ഇൻ മൈ ഹാർട്ട് ബൈ ഫെയ്ത്ത്. ആ വിശ്വാസം ഒന്ന് തരണേന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് വിശ്വസിക്കാൻ പറ്റണേന്നല്ലേ? പറ്റത്തില്ല. ഇറ്റ് ഈസ് അഡ്വെഞ്ചറസ്, ഇറ്റ് ഈസ് ഗ്ലോറിയസ്, ഇറ്റ് ഈസ് ജോയ്. ഇത് ചുമ്മാ ഒരു ബോറിങ് ഇടപാടല്ല. ആൻഡ് മെറ്റീരിയൽ തിങ്സ് ആർ becomes immaterial for you. And എന്നാ പറയണ്ടേ, this is truer than the truth, real than the word real. റിയൽ എന്ന വാക്കിനേക്കാളും റിയലാണല്ലേ? റിയലായ യേശു. And we are seated in heavenly. ആമേൻ. വേറെ ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പം ഇരുന്ന ആളല്ല ഞാൻ തന്നെ മാറി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ബ്രദറെ മാറിയിട്ടുണ്ട്. പക്ഷേ ബ്രദർ ഇനിയും പോഡ്കാസ്റ്റ് തരുമെന്ന് പ്രതീക്ഷിക്കില്ല. എനിക്ക് ഐ ഫൈൻഡ് ഇറ്റ് വെരി അമേസിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഇപ്പം വി ഹാവ് സ്പെൻഡ് അവേഴ്സ്. ആൻഡ് നോർമൽ ഒരു ടി വി ഷൂട്ട് കഴിഞ്ഞ രഞ്ജു തന്നെ കണ്ടിട്ടുണ്ട്. അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പറയാം നേരത്തെ അല്ലേ. ബട്ട് ദിസ് ഈസ് it's a visual and an audio, but it is interesting because it is touching the depths of my heart. Amen. And it is coming out of my heart, and the world should know this. Yes, that this is not a story. Yes, there is ലോകം അറിയണം ഇത് ചുമ്മാ കളിത്തമാശല്ല. വേറെ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൽ ഇഫ് ഗോഡ് വില്ലിങ് സൂപ്പർ നാച്ചുറൽ ടൺസ് ഓഫ് അനുഭവങ്ങളുണ്ടെന്ന് അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊന്നും അറിയണമെന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ പറയാം. ആൻഡ് വി വിൽ ഓൾസോ ഡിസ്കസ് 3 kinds of faith. യെസ്. ഫെയ്ത്ത് എന്ന് പറയുന്ന ആൾക്കാർ മുഴുവൻ ഈ ഫെയ്ത്ത് കൺഫെഷനും ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ യു ബിക്കം വെരി കാം. ആമേൻ. ബൈബിൾ ദൈവരാജ്യം എന്താ നീതി സമാധാനം ആ പീസ് ഉണ്ടല്ലോ. ആ പീസിലാണ് പീസ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. നമ്മളതിനെ എല്ലാം മാറ്റി സിന്നാക്കി ഇതാക്കി അത്താക്കി. ഇത് മാത്രം ഓർത്താൽ മതി. കൊലോസ്യർക്ക് എഴുതിയ രക്ഷിക്കപ്പെട്ട പാപികൾക്ക് ഞാൻ എഴുതുന്ന വിശുദ്ധെന്ന് പറയാം. ഓ, ഹോളി സ്പിരിറ്റ് അഡ്രസ്സസ് യു ആസ് എ സെയിൻറ്റ്. വേറെ മുടിയനായപുത്രൻ മനുഷ്യരെ പറയുന്നുള്ളൂ. ബൈബിൾ എന്നത് കാണുന്നില്ല. മുടിയനായപുത്രൻ എന്ന പേര് ബൈബിൾ കോയിൻ ചെയ്തത്, ലേബൽ ചെയ്തത് മനുഷ്യനാ. മനസ്സിലായോ? there is no condemnation in Christ. ഇന്ന് എൻ്റെ കയ്യിൽ രാവിലെ മിറർ ബൈബിൾ കിട്ടി. അപ്പം ഞാനത് ചുമ്മാ വായിച്ചു. എൻ്റെ രണ്ടാമത്തെ വാക്യം those who walk in the flesh not in the, അവർ പറയാം it was not written like that. It was written so that the religious people will be happy. There is no condemnation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് പീപ്പിൾ പറയും അല്ല എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു. It was written so that the religious people will be happy. ഇന്നലെ പാഷൻ ബൈബിൾ എൻ്റെ കൈ കിട്ടി. ഐ ഡോണ്ട് നോ, ഈ ദിവസങ്ങളിലെല്ലാം പല ട്രാൻസ്ലേഷൻസ് എൻ്റെ കൈ വരുന്നു പുതിയ പാഷൻ ബൈബിളിനകത്ത് എഴുതിയിരിക്കുക. ആൻഡ് ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, കിങ് ജെയിംസ് വേഴ്സിനകത്ത് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി. ഗ്രീക്ക് അതിൻ്റെ അർത്ഥം ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ബി ദ അമ്പയർ ഓഫ് യുവർ മൈൻഡ്. അമ്പയർ എന്ന് പറഞ്ഞാൽ ആരാ? ക്രിക്കറ്റ് കളിക്കും നിയന്ത്രിക്കല്ല, ഫൈനൽ വേർഡ്. ഫൈനൽ വേർഡ്, യെസ് യെസ്, ഫൈനൽ വേർഡ് എന്ന് പറയുമ്പോൾ ഔട്ടാണോ ചോദിക്കുമ്പോൾ പുള്ളി പറയും. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ഫോളോ ചെയ്താൽ യെല്ലോ കാർഡ്.
പോടാ പോയി ഞാൻ യെല്ലോ കാർഡ് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞാൽ റെഡ് റെഡ് വരും. അതോടെ ഔട്ടാ. അത് പിന്നെ ഇല്ല. ഇറ്റ്സ് ദി അമ്പയർ കാണിച്ചാൽ ഔട്ടാ. ഫൈനൽ വേർഡ്. അപ്പോൾ അതാ അതിൻ്റെ അർത്ഥം. ഗ്രീക്ക് വേർഡിനകത്ത് ലെറ്റ് യുവർ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി എന്ന് പറയുമ്പോൾ ഗ്രീക്ക് വേർഡ് ലെറ്റ് ഇറ്റ് ബി ദ അമ്പയർ ഓഫ് യുവർ ലൈഫ്. അല്ലേ? ആ തോട്ടെ അങ്ങ് പോയില്ലേ? പോയി, തോട്ടെ പോയി. So God is feeding me with new പുതിയ so that I can read and be more equipped. ആമേൻ. വേറെ ഇനിയും നമുക്ക് പോഡ്കാസ്റ്റ് പറഞ്ഞു വേറെ തന്നെ പ്രാർത്ഥിച്ചും സൈൻ ഓഫ് ചെയ്യാമെങ്കിൽ. പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യും. Father, I pray. Thank you, Holy Spirit. I pray, Father, that simplicity that is in Christ remain in the hearts of everyone who is watching us and hearing us. കർത്താവേ, ആ നിർമ്മല സ്നേഹം അതാണല്ലോ ഹവ്വായിൽ നിന്നും ഉപായത്താൽ പിശാച് ചതിച്ചത്. ക്രിസ്തുവിനോടുള്ള നിർമ്മല സ്നേഹം നിങ്ങളുടെ മനസ്സിനെ വഞ്ചിക്കുവോ? ആ മനസ്സിനകത്ത് പോലും ആ നിർമ്മല സ്നേഹം, ഹൃദയത്തിൽ നിന്ന് നിർമ്മല സ്നേഹം, അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അത് നിലനിർത്താം. ആൻഡ് യു വിൽ ഡു ഇറ്റ്. കർത്താവ്, ഞങ്ങളുടെ വചനം പറയുന്നു, യു വിൽ പ്രിസർവ് ദ സ്പിരിറ്റ്, സോൾ ആൻഡ് ദ ബോഡി. ആത്മാവും ശരീരവും ദേഹവും ദേഹി ആത്മാവിനെ അങ്ങ് പ്രിസർവ് ചെയ്യും. 1 തെസ്സലോനിക്കർ 5:23. എന്നാൽ 24 goes deeper and says, He is faithful, He will do it. അങ്ങ് വിശ്വസൻ, അങ്ങ് അത് ചെയ്യും. You will preserve us for your glory. Amen. ഈ കേൾക്കുന്നവർ പ്രാർത്ഥിക്കുന്നു, ഈ വാക്കുകൾ ഡീപ്പ് ഇൻ ടു ദ സ്പിരിറ്റ് പോയി. ലെറ്റ് ദം ബി മോർ ദൻ കൺവിൻസ്ഡ് that this is a real life. Thank you, Holy Spirit. And that your presence always is with us, irrespective of our actions. Your commitment to us is always. Bless my Father, in Jesus' name. Amen. So, Amen. God bless you. And അടുത്തൊരു പോഡ്കാസ്റ്റ് റെഡിയാകാം. ആൻഡ് ഓൾസോ ask questions. Ask Thangu Brother @gmail.com or ask Thangu Brother. So you can write any questions, fake mail അയക്കാം, and എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു തരാം. God bless you. ഇദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ തട്ടിപ്പറിച്ചു. പക്ഷെ ഇവിടെ എൻ്റെ ആ മനോഭാവം പോയി എവിടെയോ. ഞാൻ നേരെ തിരിഞ്ഞ് ഭിത്തിയിലോട്ട് ചാരി അങ്ങ് കരഞ്ഞു.